അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബിയുമ്മയും ഹംദയുടെ പിതാവും സംസാരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് അറബിയുമ്മ ഹംദയുടെ പിതാവിനെ അതാ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. ശരിക്കും ഷക്കീൽ അത് നോക്കിക്കാണുന്നു. ഓ, എൻ്റെ സെർവൻ്റ്, എൻ്റെ ഡ്രൈവർ എന്ന പേരിലൊക്കെ അയാളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് ഇപ്പം എന്താ അറബിയുമ്മ അയാളുമായി കൂട്ടുപിടിച്ച് പോകുന്നത്? ഇത്രയധികം സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന എന്നെ എന്തുകൊണ്ട് അറബിയുമ്മ മൈൻഡ് ചെയ്യുന്നില്ല? പെട്ടെന്ന് അറബിയുമ്മ അങ്ങോട്ട് കടന്നു വന്നു. ഷക്കീല. അവർ അവിടെ തന്നെ ഇരുന്ന് അർത്ഥവത്തായി ഒന്ന് മൂളിക്കൊണ്ട് പറഞ്ഞു. ഷക്കീല, നിന്റെ ഭർത്താവ് അബു ഹസനുമായി. ഒരു നിമിഷം അവൾ ചുറ്റുഭാഗത്ത് നോക്കി. അതെ, എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നത് അവൾക്ക് നാണക്കേടാണ്. അതുകൊണ്ട് തന്നെ അവൾ അല്പം ഗൗരവത്തോടെ ഇരുന്നു. വീണ്ടും അറബിയുമ്മ, നിന്റെ ഭർത്താവ് അബു ഹസനുമായി എനിക്ക് അല്പം സംസാരിക്കുവാനുണ്ട്. ശരിക്കും അറബിയുമ്മ തന്നെ വഷളാക്കുകയാണോ എന്ന് വരെ അവൾക്ക് തോന്നിപ്പോയി. അതെ, തൻ്റെ ചുറ്റിലുള്ളവരെ അവരെല്ലാം വിചാരിക്കൂലേ ഈ സുന്ദരി പെണ്ണിൻ്റെ ഭർത്താവ് കിളവനാണെന്ന്? അയ്യേ, നാണക്കേട്. അവൾ അല്പം ഗൗരവത്തോടു കൂടി തന്നെ അവിടെ ഇരുന്നു. എന്നാൽ അബു ഹസനുമായി അതാ അറബിയുമ്മ സംസാരിക്കുവാൻ പോവുകയാണ്. അല്ലയോ അബു ഹസൻ. ആ, അറബിയുമ്മ. ഒരു നിമിഷം അബു ഹസൻ്റെ മുഖം വല്ലാതെയായി. അറബിയുമ്മ, ഈ ഒരു വലിയ ഫംഗ്ഷൻ എന്നെ ക്ഷണിച്ചതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട് നിങ്ങളോട്. പക്ഷേ എൻ്റെ മനസ്സിനുള്ളിലെ വേദന അത് വല്ലാത്തൊരു വേദനയായിപ്പോയി. ഏയ്, നീ ഒന്നുകൊണ്ട് വിഷമം വിചാരിക്കേണ്ട. അതെ അറബിയുമ്മ, എനിക്ക് എൻ്റെ പൊന്നുമോളുടെ നിക്കാഹ് കഴിച്ചു കൊടുക്കാനൊന്നും ഭാഗ്യം ലഭിച്ചില്ല. അതിനു മുമ്പേ അവൾ എങ്ങോട്ടോ പോയി മറഞ്ഞു. അറിയുന്നില്ല എനിക്ക്. പക്ഷേ എൻ്റെ ഭാര്യയായി അവൾ പറയുന്നത് അവളിപ്പോൾ ജീവനോടെ ഇരിപ്പില്ലെന്നാണ്. അറബിയമ്മ അല്പം പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു. അബു ഹസൻ, നിങ്ങൾ വിഷമിക്കാതിരിക്കോ. എന്താണ് നിങ്ങളുടെ പ്രശ്നം? എനിക്ക് എൻ്റെ ജീവിതം അറബിയമ്മ ആകപ്പാടെ ഞാൻ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലാണ്. എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ ആദ്യ ഭാര്യ പോയതിനു ശേഷം സമാധാനം എന്താണെന്ന് ഈ അബു ഹസൻ അറിഞ്ഞിട്ടില്ല. എനിക്കത് എൻ്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടം തന്നെയാണ് അറബിയുമ്മ. ഞാൻ ഒരുപാട് സഹിച്ചതാണ്. ഇനിയും എനിക്ക് സഹിക്കാനാവില്ല. അത്രക്കും അവളുടെ ഓരോ വാക്കുകളും എൻ്റെ ഹൃദയത്തിൽ തറക്കുന്നതാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ ഒരിക്കലും ഇതാരോടും പറഞ്ഞിട്ടില്ല. പക്ഷേ അറബിയുമ്മ, നിങ്ങളുടെ മുമ്പിൽ ഇത് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. അബു ഹസൻ, നിങ്ങൾ എന്ന് മുതലാണ് ഇങ്ങനെ കഷ്ടപ്പെടാൻ തുടങ്ങിയത്? എന്ത് ചെയ്യാൻ? ഒന്നുമില്ല. എൻ്റെ ആദ്യ ഭാര്യയിലെ മകൾ എൻ്റെ ഹംദയെ ഒരിക്കലും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. പല രീതിയിലും അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നാൽ അവൾ അജ്മലുമായി പ്രണയത്തിലായി എന്ന് ഞാൻ പറയുന്നില്ല. അജ്മൽ, ഞാൻ വിചാരിച്ചു എൻ്റെ കുട്ടിയുടെ അസുഖം മാറ്റിയത് അവനല്ലേ, അപ്പോൾ അവനെ കൊണ്ട് തന്നെ. പക്ഷെ അപ്പോഴേക്കും അവൻ്റെ പേരിലും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാത്തൊരു വിഷമമാണ് എൻ്റെ ജീവിതത്തിൽ. എൻ്റെ പൊന്നുമോളെ മറ്റൊരു ഭാര്യയുള്ള ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുവാനും അവൾ ഉഷാറായിരുന്നു. എന്ത് ചെയ്യാൻ? പക്ഷെ നിക്കാഹ് നടന്നിട്ടില്ല. അതിനിടയ്ക്ക് അയാൾക്കൊരു ഓർമ്മശക്തി നഷ്ടപ്പെട്ട് ആകെ ബുദ്ധിമുട്ടിലായിപ്പോയി. പിന്നെ അതിനുശേഷം എപ്പോഴും എന്നെ അവൾ വല്ലാതെ പരാമർശിക്കാനും വല്ലാത്ത രീതിയിൽ എന്നെ വിമർശിക്കും. അതെ, ഇടയ്ക്കിടെ എന്നെ പരാമർശിച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കും. അറബിയുമ്മ, സത്യം പറഞ്ഞാൽ നിങ്ങൾ വിളിച്ചപ്പോൾ എനിക്ക് എന്തെന്നറിയില്ല, എൻ്റെ നഷ്ടപ്പെട്ട മകളെക്കുറിച്ച് ഓർമ്മ വന്നു. പക്ഷേ എന്തൊക്കെ തന്നെയാലും നിങ്ങളുടെ ഈ വീട്ടിൽ ഒരു നിക്കാഹിന് പങ്കെടുക്കുക എന്നുള്ള ആ ഒരു ഭാഗ്യം ലഭിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പുറപ്പെട്ടത്. സാരമില്ല അബു ഹസൻ. എന്തൊക്കെ തന്നെയാലും ഷക്കീലയുടെ അഹങ്കാരം അതല്പം കൂടുതലാണല്ലേ? അത് ഒന്നാമതായിട്ട് നീ സ്ട്രോങ് അല്ല അല്ലേ അറബിയുമ്മ? സ്ട്രോങ് ആയി നിന്നാൽ തന്നെ ആ നിമിഷം പറയും, അതെ പീഡിപ്പിച്ചു എന്നതിൻ്റെ പേരിലൊക്കെ എന്തിന് എൻ്റെ മക്കളെ വരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കുന്നു. എന്താ പിന്നെ അതിൻ്റെ അർത്ഥം?
പിന്നെ എന്തർത്ഥം? ആ ഒരു മാതാവ് അങ്ങനെ ഒരു കേസ് കൊടുത്താൽ പിന്നെ എന്തായിരിക്കും പിതാവിൻ്റെ? എൻ്റെ പൊന്നു മക്കളെ, എൻ്റെ നെഞ്ചോട് ചേർന്നിറങ്ങുന്ന മക്കളായിരുന്നു. അത് എനിക്കെൻ്റെ 3 മക്കൾ ഒരുപോലെ തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ, അവളുടെ വായിൽ നിന്ന് വരുന്ന ആ ഒരു വാക്കുകൾ ഏതൊരു കോടതിയും വെറുതെ വിടുമോ? ഇല്ലല്ലോ. അതെ, അവൾ ഭയന്ന് ഞാൻ ജീവിക്കണം. അറബി ഉമ്മ, അവൾക്കിഷ്ടം എന്നെയല്ല. ഒരിക്കൽ പോലും അവളുടെ ഭർത്താവായി അവൾക്കെന്നെ അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പോൾ. ഒരു കാലത്ത് അവൾക്കെന്നെ വേണമായിരുന്നു, പക്ഷേ എൻ്റെ പണത്തിൽ മാത്രമായിരുന്നു അവളുടെ കണ്ണിൽ. പിന്നെ 2 മക്കളുമായി എന്തു ചെയ്യാൻ? എൻ്റെ മുടി അല്പം നിറച്ചു പോയതുകൊണ്ട് അവൾക്കെന്നെ വളരെയധികം ദേഷ്യമാണ് അറബി ഉമ്മ. അതെ, എന്തുകൊണ്ടാണ് നീ അവളുടെ റൂമിലേക്ക് പ്രവേശിക്കാത്തത്? അറബി ഉമ്മയുടെ ആ ഒരു ചോദ്യം. നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതല്ലേ അത്? അതെ, നിനക്കും മക്കൾക്കും അവൾക്കുമുള്ള ഇഷ്ടം പോലെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും അതിലുണ്ട്. പക്ഷെ നീ പുറത്തു തന്നെ ഇരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണത്? അത് എനിക്ക് പ്രവേശനമില്ല അറബി ഉമ്മ. ഞാൻ അവളുടെ സെർവൻ്റ് അല്ലേ, ഞാൻ അവളുടെ ഡ്രൈവറല്ലേ. ഒരു നിമിഷം അയാൾ പൊട്ടിക്കരഞ്ഞു. ഏയ് അബു ഹസൻ, കരയാതിരിക്കൂ. ഓഹോ, അപ്പോൾ നിൻ്റെ പണം വേണം, പക്ഷെ നിന്നെ അവൾക്ക് വേണ്ട അല്ലേ? അബു ഹസൻ, എന്താണ് നിൻ്റെ പ്ലാനിങ്? ഒരിക്കൽ പോലും അവളുടെ കൂടെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമല്ല, സത്യമായിട്ടും അറബി ഉമ്മ. അത്രക്കും ഞാൻ മടുത്തു പോയി എനിക്ക്. പിന്നെ നീ ആരുടെ കൂടെ ജീവിക്കും? നിൻ്റെ മകൾ ഹംദ നഷ്ടപ്പെട്ടു, ഹംദയില്ല, പിന്നെ അവരുമില്ലാതെ എനിക്കെൻ്റെ എല്ലാം നഷ്ടപ്പെട്ടതാണ്. പക്ഷേ എൻ്റെ പൊന്നു മക്കൾ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. എൻ്റെ പൊന്നു മക്കൾ, എൻ്റെ 2 പെൺകുട്ടികൾ ചെറുത്, അവർക്ക് എന്നെ വലിയ സ്നേഹമാണ്. എന്നെ ഉപ്പ എന്ന് വിളിച്ചവർ നെഞ്ചോട് ചേർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയം പൊട്ടിപ്പോവും. അതെ, എൻ്റെ പൊന്നുമോളെക്കുറിച്ച് ഞാൻ ഓർക്കും. എൻ്റെ ഹംദയും എൻ്റെ നഷ്ടപ്പെട്ട മകനും എല്ലാം കൂടി ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത പ്രയാസമാണ്, വിഷമാണ്. ആ പിതാവ് പൊട്ടിക്കരഞ്ഞു അറബിയുടെ മുമ്പിൽ നിന്ന്. അറബിയുമ്മ ശരിക്കും അത് ഒരിക്കലും വിഷമിക്കണ്ട. നമുക്കൊരു സന്തോഷമുണ്ടാകുമ്പോൾ ഒരു ദുഃഖം അല്ലാഹു നൽകും. അങ്ങനെയല്ലേ? അതെ, ഒരു ഉയർച്ചയ്ക്ക് ഒരു താഴ്ചയുണ്ട്, അങ്ങനെയൊക്കെ. പക്ഷേ എന്തൊക്കെ തന്നെയാലും അല്ലാഹു സുബ്ഹാന വ തആല വിചാരിച്ചത് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ അത് നമ്മുടെ 2 ചുണ്ടുകൾക്കിടയിൽ ആയെങ്കിൽ പോലും നമുക്ക് വിധിയില്ലാത്തത് കിട്ടില്ല. അതല്ല, നമ്മൾ 7-ാം ആകാശത്തിൻ്റെ മുകളിലാണെങ്കിൽ പോലും നമുക്കുള്ളതാണെങ്കിൽ അത് കിട്ടിയിരിക്കും. മനസ്സിലായല്ലോ? സാരമില്ല, ഹംദമോളുടെ കാര്യത്തിലും അങ്ങനെ വിചാരിച്ചാൽ മതി. അറബി ഉമ്മ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ പൊന്നുമോളുടെ വിയോഗം. അതെ, അവൾ എവിടെയാണെന്ന് എന്താണെന്ന് അറിയില്ല. എനിക്ക് ഷക്കീലയും ആ അറബിയുമായി ചെറിയൊരു ടൈപ്പുണ്ട്. അവരുടെ കാര്യത്തിൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അതെ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിയും സംസാരവും എല്ലാ കാര്യങ്ങളും ഉള്ളതാണ്. അവരാണ് ഇങ്ങനെയൊരു ബന്ധത്തിന് വേണ്ടി എൻ്റെ പൊന്നുമോളെ കൂടുതൽ സപ്പോർട്ട് ചെയ്തതും. ഞാൻ പലതവണ പറഞ്ഞതാണ് എതിർത്ത്, പക്ഷേ അവൾ സമ്മതിക്കുന്നില്ലായിരുന്നു. അല്ലാതെ ഭ്രാന്തിയായി നിങ്ങളുടെ മകളെ ആരെ കൊണ്ട് കെട്ടിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരുപാട് അങ്ങനെ. സാരമില്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. പിന്നെ അബു ഹസൻ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, തവക്കൽതു അലല്ലാഹ്, എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക. പിന്നെ നിങ്ങളെക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്, ഏത് ഭാര്യയാണെങ്കിലും അല്പം സ്ട്രോങ് ആയിട്ട് തന്നെ തുടരുക. പിന്നെ നിങ്ങൾ പറഞ്ഞ രീതിയിൽ മക്കളെ പീഡിപ്പിച്ചെന്നുള്ള പേരുള്ള വാർത്തകളും കേസൊക്കെ ആക്കുകയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, അവരിൽ നിന്ന് കഴിയുന്നത് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും വലിയൊരിത്. പക്ഷേ മക്കളെ വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമുണ്ട് അല്ലേ? സാരമില്ല, എല്ലാം ശരിയായിക്കോളും ഇൻഷാ അല്ലാഹ്. തൽക്കാലം നമുക്ക് ഹംദയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിക്കാം. എങ്ങനെ? എന്നോട് പറഞ്ഞത് ഹംദ മരിച്ചുപോയി എന്നാണ്. ആ വാക്ക് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോവും. എൻ്റെ കുഞ്ഞ് എവിടെയാണെങ്കിലും സുരക്ഷിതമായി നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സാരമില്ല, എൻ്റെ പൊന്നുമോൾ എവിടെയാണെങ്കിലും ദുനിയാവിലില്ലെങ്കിൽ പടച്ച റബ്ബിൻ്റെ അരികിലുണ്ടാവുമല്ലോ. എൻ്റെ കുട്ടിക്ക് ഒരുപാട് വിഷമം വേദന അനുഭവിച്ചതാണ് അറബിയുമ്മ. എൻ്റെ പൊന്നുമോൾക്ക് ചെയ്തു കൊടുക്കാൻ ഞാനൊന്നും ചെയ്തു കൊടുത്തില്ല. എൻ്റെ കടമകൾ നിർവഹിച്ചില്ല. അവളുടെ നിക്കാഹ് കർമ്മം നടത്തണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു, കഴിഞ്ഞില്ല. വിഷമിക്കാതിരിക്കുമോ?
അബു ഹസൻ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പടച്ച റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. നമ്മളെപ്പോഴും അള്ളാഹുവിനെ മുറുകെ പിടിക്കണം. പടച്ച റബ്ബിനോട് നമ്മൾ നിരന്തരം തേടണം. അള്ളാഹു ഒരിക്കലും നമുക്കത് തരാതിരിക്കില്ല. എന്ത് ചെയ്യാൻ, ദുനിയാവിൽ നിന്ന് എനിക്ക് നഷ്ടപ്പെടാനുള്ളതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി എനിക്കൊരിക്കലും അവളുടെ കൂടെ താമസിക്കാൻ തന്നെ ഇഷ്ടമല്ല. സാരമില്ല, മക്കളെ വിചാരിച്ചിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. പക്ഷെ ഷക്കീല, അവൾ അല്പം കുറച്ച് സ്ട്രോങ് ആണല്ലേ? അറബിയുമ്മ, എനിക്ക് മതിയായി അവളുടെ കൂടെയുള്ള ജീവിതം. എനിക്കെൻ്റെ പൊന്നുമുള്ള ഹംദയോട് ഒരു വാക്ക് പോലും നല്ലത് പറയാൻ കഴിഞ്ഞില്ല. ഈ ഉപ്പയോട് പൊറുക്കണം എന്നെങ്കിലും എനിക്ക് പറയണമായിരുന്നു. ആ പിതാവ് കണ്ണീരൊലിപ്പിച്ചു. സാരമില്ല, എന്ത് ചെയ്യാൻ, ഇൻഷാ അല്ലാ നമുക്ക് ഹംദയെ പരലോകത്ത് വെച്ച് ഇനി കണ്ടുമുട്ടാം. അറബിയുമ്മ, എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെ പൊന്നുമോൾ. അദ്ദേഹം വിതുമ്പി കരഞ്ഞു. പെട്ടെന്ന് അറബിയുമ്മ, അബു ഹസൻ, നിങ്ങളിവിടെ ഇരിക്കൂ, ഞാനിപ്പോൾ വരാം. നേരെ അതാ ഹംദയുടെ അരികിലേക്ക് പോകുന്നു. ഹംദയുടെ റൂമിൽ. മോളെ ഹംദ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അറബിയുമ്മയെ ഇപ്പോൾ കാണുന്നില്ലല്ലോ. വേറെ ഏതൊക്കെ പുതിയ ഗസ്റ്റൊക്കെ വന്നപ്പോഴേ അവരെ കൂടെയൊക്കെയാണെന്നല്ലോ പറയുന്നത് കേട്ടത്. ഹംദയുടെ ആ ഒരു വാക്ക്. അതേ മോളെ, നമ്മൾ ഗസ്റ്റുകളെ സ്വീകരിക്കണമല്ലോ. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ട് വന്നതാകുമ്പോൾ അവരെ സ്വീകരിക്കണം. അതിപ്പോൾ ആരൊക്കെ തന്നെയായാലും, നമ്മൾ എത്ര ശത്രുക്കളാണെങ്കിൽ പോലും നമ്മൾ അവരെ സ്വീകരിക്കണം. നമ്മളവരെ ഒരിക്കലും ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. അത് ക്ഷണിച്ചു വരുന്നവരല്ലേ, അതിൻ്റേതായ നമ്മൾ സ്വീകാര്യത കൊടുക്കുക തന്നെ വേണം. അങ്ങനെയായിരുന്നു മോളെ എൻ്റെ പൊന്നുമോളുടെ വീട്ടിലേക്ക് പോകാൻ ഇനി ആഗ്രഹമുണ്ടോ? അറബിയുമ്മ, എന്താ നിങ്ങൾ പറയുന്നത്? ഒരിക്കലുമില്ല. എളാമ്മയുടെ മുഖം കാണുന്നത് തന്നെ എനിക്ക് പേടിയാണ്. ഉപ്പയെയോ? ഉപ്പ പാവമായിരുന്നു. എന്താ ചെയ്യുക, എളാമ്മയുടെ വാക്ക് കേട്ട് ഒരു പാവ പോലെ പ്രവർത്തിക്കുന്ന ആളായിരുന്നു എൻ്റെ പിതാവ്. ഓ സാരമില്ല, എന്തൊക്കെ തന്നെയാലും പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. പൊന്നുമോളെ, നിൻ്റെ പിതാവിനെ ഞാൻ തിരികെ തരുമെങ്കിൽ നീ പിതാവിനെ സ്വീകരിക്കോ? അറബിയുമ്മ, എൻ്റെ പിതാവ് പാവാണ്. അതെ, എൻ്റെ പിതാവ് എന്ന് വെച്ചാൽ എന്നെ വളരെ സ്നേഹമാണ്. പക്ഷെ എന്ത് ചെയ്യാം, പിതാവിനോടൊന്ന് മിണ്ടുവാനോ പറയുവാനോ ഒന്നും ഉമ്മ സമ്മതിക്കില്ല. അതെ, എളാമ്മ സമ്മതിക്കില്ല. എളാമ്മക്കത് ഇഷ്ടമല്ല. സാരമില്ല മോളെ, എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ. മോള് എവിടെയാണെന്ന് ഉപ്പാക്ക് അറിയുമോ? ഇല്ല, പാവൻ്റെ ഉപ്പ ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും. ആ അങ്ങനെയല്ലേ. എന്തായാലും ഉപ്പാക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അറബിയുമ്മ, എൻ്റെ എളാമ്മയുടെ കഷ്ടപ്പെടുത്തൽ എൻ്റെ ഉപ്പാക്ക് ഒരുപാട് വിഷമങ്ങളാണുള്ളത്. എന്ത് ചെയ്യാം. മോൾക്കിനി അവരുടെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടോ? ഇല്ലുമ്മ, ഒരിക്കലുമില്ല. ഞാനതൊട്ടും ആഗ്രഹിക്കുന്നില്ല. അതെനിക്ക് ഇഷ്ടമേ അല്ല. ആ ശരി, എന്നാൽ മോൾ കടന്നു വരൂ. അങ്ങനെ അതാ ഹംദയെയും കൈ പിടിച്ചുകൊണ്ട് അറബിയുമ്മ. എങ്ങോട്ടാണ് മോളെ? നമ്മുടെ നിക്കാഹ് കർമ്മല്ലേ, അപ്പോൾ എൻ്റെ പൊന്നു മോൾക്ക് നിക്കാഹ് കർമ്മത്തിന് നേതൃത്വം നൽകാൻ ഒരാൾ വേണ്ടേ? അറബിയുമ്മ, എൻ്റെ പിതാവ് ഉണ്ടായിട്ടും കാര്യമില്ല. എന്നെ സമ്മതിക്കില്ലല്ലോ. എന്നെ ആ അറബിയെ രണ്ടാം കെട്ടുകാരനായ അറബിയെ കൊണ്ട് കെട്ടിക്കാൻ വിചാരിച്ച് നിൽക്കുകയല്ലായിരുന്നോ? ഉണ്ടായാലും സമ്മതിക്കുകയല്ലോ. മോളെ, നിനക്ക് നിക്കാഹ് നേതൃത്വം നൽകാനേ പിതാവ് അല്ലെങ്കിൽ എളാപ്പ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അങ്ങനെയൊക്കെയാണല്ലോ. നിനക്ക് ആരുമില്ല ഇല്ലല്ലോ? ഉണ്ടായിരുന്നു അറബിയുമ്മ, എൻ്റെ ഉപ്പ. പക്ഷെ എന്ത് ചെയ്യും, വേറൊരു വിവാഹത്തിന് വേണ്ടിയിട്ടല്ലേ അവരെന്നെ. ആ സാരമില്ല, മോൾക്ക് ഞാൻ ഒരാളെ കാണിച്ചു തരാം. മോള് അദ്ദേഹമായിരിക്കും മോളുടെ നിക്കാഹ് നടത്തി തരിക കേട്ടോ. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, സാരില്ല. മരണപ്പെട്ട എത്ര പിതാക്കന്മാരുടെ മക്കൾ നിക്കാഹ് കഴിയണം. മോൾ അതൊന്നും വിഷമിക്കണ്ട, വിചാരിക്കണ്ട കേട്ടോ. മോൾക്ക് പറ്റിയ ഒരാളെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അറബിയുമ്മ, എനിക്ക് എൻ്റെ ഉപ്പാനെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിൽ, ഒന്നുമല്ലെങ്കിലും ഞാനിവിടെ സുഖമായി കഴിയുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ഉപ്പയെ. അതൊക്കെ മോളെ നമുക്ക് അറിയിക്കാം ഇൻഷാ അല്ലാ. അതിനൊക്കെ വഴിയുണ്ട്, അതൊക്കെ ഞാൻ അറിയിച്ചോളാം കേട്ടോ. പക്ഷെ നിൻ്റെ എളാമ അതിന് സമ്മതിക്കില്ലല്ലോ മോളെ, പിന്നെ എന്ത് ചെയ്യും? അതെ, അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും എൻ്റെ പാവാണ് എൻ്റെ ഉപ്പാക്ക് എന്നോട് സ്നേഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ മോളെ? ഇനി മോള് കരയാതിരിക്കോ? മോളുടെ നിക്കാഹാണ്. ആ നിക്കാഹ് കർമ്മത്തിന് വേണ്ടി മോൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരാളെ ഏൽപ്പിച്ചു തരുവാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതെ, അജ്മലിനെ കൈ കൊടുക്കണമല്ലോ. എൻ്റെ മോൾ ഹംദയെ
നിനക്ക് ഭാര്യയാക്കി ഇണയാക്കി തരുന്നു എന്ന് പറയുവാൻ ഒരു ആൾ വേണ്ടേ മോളെ? അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരു നിമിഷം അവൾ അവളുടെ പിതാവിനെ ഓർത്തു. പ്രിയപ്പെട്ടുപ്പാ, അല്ലാതെ വേറെ വഴിയില്ലുപ്പാ, എൻ്റെ പൊന്നുപ്പ ക്ഷമിക്കണം. അവൾ ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. എന്താ മോളെ കരയുന്നത്? എൻ്റെ ഉപ്പ, എൻ്റെ ഉപ്പ. ഏയ് കരയാതിരിക്കൂ. അവൾ കണ്ണുകൾ മുറുകെ അടച്ചിരുന്നു. മോളെ, നീ വിഷമിക്കാതിരിക്കൂ. അങ്ങനെ അതാ ഹംദയുടെ പിതാവിൻ്റെ അരികിലേക്ക് അറബിയമ്മ അവളെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നു. അവൾ അവളുടെ തട്ട മുഖത്തേക്ക് താഴ്ത്തിയിട്ടിരുന്നു. മോളെ, നിൻ്റെ പിതാവിന് ഏതായാലും നിന്നെ നിക്കാഹ് കഴിച്ച് കൊടുക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അത് ഹംദയുടെ പിതാവിൻ്റെ മുമ്പിൽ വെച്ചാണ് അത് പറയുന്നത്. ഒരിക്കൽ പോലും തൻ്റെ പൊന്നുമകളാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് ആ പിതാവും അറിഞ്ഞിരുന്നില്ല. അതെ പ്രിയപ്പെട്ട അർബാവ്, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ കുട്ടിയാണ് നിങ്ങൾ നിക്കാഹ് കഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഒരു നിമിഷം അദ്ദേഹം സങ്കടം കൊണ്ട് കരഞ്ഞുപോയി. അല്ലാ. എന്നാൽ ഒരു നിമിഷം ഹംദയോട് പറഞ്ഞു, മോളെ, ഈ പിതാവിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കൂ. നിന്നെ നാളെ നിക്കാഹ് ചെയ്യുവാനുള്ളത് ഇദ്ദേഹമാണ്. അതെ, ഹംദയുടെ പിതാവും അറിഞ്ഞില്ല, അവളും അറിഞ്ഞില്ല. തൻ്റെ പിതാവാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് അവളും അറിഞ്ഞില്ല. രണ്ടുപേരും പരസ്പരം അറിയുന്നില്ല. അറിയാത്തേതോ ഒരു കുട്ടിയുടെ നിക്കാഹിന് വേണ്ടിയിട്ടാണല്ലോ നേതൃത്വം കൊടുക്കാൻ ഞാൻ വന്നിട്ടുള്ളത് എന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചത്. മോളെ, മുഖത്തേക്ക് നോക്കൂ. നിൻ്റെ മുഖത്തുള്ള ഷാള് മാറ്റൂ. ഒരു നിമിഷം അവൾ അവളുടെ മുഖത്തെ ഷാള് മാറ്റുന്നു. ആ പിതാവ് പതുക്കെ അവളുടെ മുഖത്തേക്ക് നോക്കുന്നു. ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയി. അല്ലാ, മോളെ, ഉപ്പാ. അതെ, അവിടെ നടന്നത് വല്ലാത്തൊരു സംഭവമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാ, ഉപ്പാ എന്ന് പറഞ്ഞ് അവൾ ആ പിതാവിനെ കെട്ടിപ്പിടിച്ചു. മോളെ ഹംദ, എൻ്റെ പൊന്നു മോൾ ഇവിടെ ഉണ്ടായിരുന്നോ? മാഷാ അല്ലാ, എൻ്റെ പൊന്നു മോളെ. അതെ, അറബി ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. അതെ, അറബി ഉമ്മ ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കുന്നു. ഏയ് അബു ഹസൻ, ഹംദ, സന്തോഷമായോ രണ്ടു പേർക്കും? അറബി ഉമ്മ, നിങ്ങൾ എന്നെ ഇത്ര മാത്രം ഞെട്ടിക്കുന്നു ഞാൻ അറിഞ്ഞില്ല അറബി ഉമ്മ. എന്നോട് ഏയ് റിലാക്സ്, കൂൾ ഡൗൺ. മോളെ ഹംദ, അറബി ഉമ്മ. അവളും അറബി ഉമ്മയുടെ നെഞ്ചോട് ചേർന്ന് പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഉമ്മ, നിങ്ങൾ ഇത്രക്കും എന്നെ, ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചില്ല. റബ്ബേ, എന്താ ഞാനീ കാണുന്നത്? എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയെയോ? ആ ഉമ്മയും അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കരയാതിരിക്കും മോളെ. അബു ഹസൻ, ഹംദ, സന്തോഷമായില്ലേ രണ്ടു പേർക്കും? തീർച്ചയായും. അല്ലാഹ്, അൽഹംദുലില്ലാ, എൻ്റെ പൊന്നുമുളക് തിരികെ കിട്ടിയല്ലോ. അതെ, എൻ്റെ പൊന്നുപ്പോൾ മണ്ണിനടിയിൽ ആയി എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ വല്ലാതെ വേദനിച്ചിരുന്നു. ആ പിതാവ് ഹൃദയം പൊട്ടിക്കൊണ്ട് കരഞ്ഞു. മോളെ, ഉപ്പാൻ്റെ കുട്ടി എങ്ങനെ ഇവിടെ എത്തി? ഉപ്പ, അതൊക്കെ വലിയൊരു കഥയാണ് ഉപ്പാ. എന്തായാലും ഞാനതൊക്കെ പിന്നീട് പറയാം. ആയിക്കോട്ടെ. ആ മക്കളെ, നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പിന്നീട് സംസാരിക്കാം. വരൂ. അവർ രണ്ടുപേരെയും അറബി ഉമ്മ അത് നല്ല രീതിയിൽ സ്വീകരിച്ച് അവർക്ക് വിശേഷപ്പെട്ട ഇനം ഭക്ഷണമെല്ലാം കൊടുത്തു. എന്നാൽ ഒരു നിമിഷം അറബി ഞെട്ടിപ്പോയി. അറബി ഉമ്മ, അത് നിങ്ങൾ ഹംദ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഷക്കീല. ഏയ് വിഷമിക്കണ്ട. അല്ലോ, എളാമ വന്നിട്ടുണ്ടോ? അവളും ഞെട്ടിപ്പോയി. ഏയ്, നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കൽ പോലും അത് അവളറിയില്ല. അത് നിക്കാഹിൻ്റെ സദസ്സിൽ വെച്ച്, അവളുടെ മുമ്പിൽ വെച്ച് നിക്കാഹ് നടക്കുമ്പോൾ അതെ, ആ സ്ക്രീനിലൂടെ അവൾ കാണേണ്ട കാഴ്ചയാണ് അത്. അതെ, അബു ഹസൻ അജ്മലിൻ്റെ കൈകൾ പിടിച്ച് തൻ്റെ പൊന്നുമോളെ ഏൽപ്പിക്കുന്ന ആ ഒരു രംഗം എങ്ങനെയുണ്ടാകും? അതാ നല്ലതു അറബി ഉമ്മ. അല്ലെങ്കിൽ എളാമ്മ എന്നെ വന്ന് ഉപദ്രവിക്കും. ആഹാ, ഇവിടെ വന്ന് എൻ്റെ മുമ്പിൽ വെച്ചോ? അങ്ങനെ ഒരാളും ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ലല്ലോ. അതെ അറബി ഉമ്മ, അവൾ എന്തൊക്കെ തന്നെയാലും നേരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. അവൾ മറ്റൊരാളുടെ ഭാര്യയാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കും. അറബി ഉമ്മ, പ്ലീസ്. ഒന്നും ഇല്ല, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് വേണ്ടി അതെ, നല്ല സൗകര്യമുള്ള റൂം ഞാൻ ഒരുക്കാം. നിങ്ങൾ ഉപ്പയും മകളും ഇവിടെ കഴിഞ്ഞോളൂ. എന്നാൽ ഈ സമയം അബു ഹസനോട് അറബിയമ്മ പറയുന്നു, അബു ഹസൻ, ചെന്ന് നോക്കൂ ഷക്കീലയുടെ അരികിലേക്ക്. ഷക്കീലയുടെ അടുത്തേക്ക് അബു ഹസൻ വരുന്ന ആ ഒരു രംഗം കാണുന്നു. എന്നാൽ റഷീദക്ക് തുടങ്ങിയ അഹങ്കാരം
വരുന്നുണ്ട് കിളവൻ എൻ്റെ അടുക്കിലേക്ക്. ഷക്കീല, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നിൽ നിന്ന് അല്പം അകന്നു നിൽക്കണമെന്ന്? ഒരിക്കൽ പോലും നിങ്ങൾ എൻ്റെ റൂമിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഷക്കീല, ഞാൻ പറഞ്ഞില്ലേ ഒരിക്കൽ പോലും നിങ്ങൾ അടുത്തേക്ക് വരരുതെന്ന്. നിങ്ങൾ എൻ്റെ ഡ്രൈവറാണ്, വെറും ഒരു ഡ്രൈവർ. അവിടെ നിന്നോളൂ. ഇല്ല, ഞാൻ... അദ്ദേഹം വിതുമ്പി. ഉപ്പാ എന്ന് പറഞ്ഞ് ആ മക്കൾ ഉപ്പയെ കെട്ടിപ്പിടിച്ചു. കണ്ടില്ലേ, ആളുകളുടെ ഇടയിൽ വെച്ച് എന്നെ നിങ്ങൾ മോശക്കാരിയാക്കരുത് ദയവായി. മക്കൾ കണ്ടില്ലേ ഉപ്പ എന്ന് വിളിച്ച് പറയുന്നു. അതെ, നിങ്ങൾ ഉപ്പയുടെ കൂടെ അങ്ങ് കൂടിക്കോ, എൻ്റെ അരികിലേക്ക് വല്ലാതെ വരണ്ട. ശരിക്കും അവൾ വീണ്ടും അങ്ങനെയാണ് പറഞ്ഞത്. എന്നാൽ അറബി ഉമ്മ അത് വിളിക്കുന്നു. അബു ഹസൻ. ഓ, അറബി ഉമ്മ ഇപ്പോൾ അബു ഹസൻ്റെ ഒരാളായി മാറിയിരിക്കുന്നു. മക്കളെ വരൂ, ഹാപ്പി അല്ലേ മക്കൾ? അതെ അറബി ഉമ്മ. എന്താ മക്കളെ, നിങ്ങൾ ഹാപ്പി അല്ലേ? അല്ല, നിങ്ങളുടെ ഇത്താത്ത എവിടെ പോയി? ഇത്താത്തി വലിയൊരു വേറൊരു അറബിയുടെ വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇത്താത്തി ഞങ്ങൾ കണ്ടിട്ടില്ല. മക്കൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ ഇത്താത്തയെ? എങ്ങനെ കാണും? ഇത്താത്ത മരിച്ചു പോയെന്ന് ഉമ്മ ഞങ്ങളോട് പറഞ്ഞല്ലോ. ആ, അങ്ങനെയാണല്ലേ. ഒരു നിമിഷം അറബിയമ്മ വിചാരിച്ചു, തൽക്കാലം ഇപ്പോൾ കാണിക്കണ്ട, മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങിയിട്ട് കാണിക്കാം ഇൻഷാ അല്ലാ. മക്കളെ, മക്കൾക്ക് പുതിയ ഡ്രസ്സൊക്കെ വേണ്ടേ? ആ, അതൊക്കെ ഉണ്ട്. ഓ, നല്ല മക്കള്. എന്നാൽ ഇവിടെയൊക്കെ കളിച്ചോളൂ കേട്ടോ. പിന്നെ നാളെയാണ് നമ്മുടെ വീട്ടിലെ ആ വലിയൊരു നിക്കാഹ് കർമ്മം നടക്കുന്നത്. അപ്പോൾ അതിന് മക്കളൊക്കെ നല്ല രീതിയിൽ പങ്കെടുക്കണം കേട്ടോ. നല്ല മക്കളാണ് കേട്ടോ. അങ്ങനെ അതാ നാളത്തേക്കുള്ള ആ ഒരു ഒരുക്കങ്ങൾ അവിടെ തുടങ്ങിക്കഴിഞ്ഞു. രാജകൊട്ടാരം ഒന്നായിട്ട് നല്ല രീതിയിൽ ഒരുങ്ങുകയാണ്. അവിടെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. ഒരുപാട് കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. എല്ലാവരും നിക്കാഹിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അതെ, നാളെ തലാലും മാഷിത്തയും അജ്മലും ഹംദിയും തമ്മിലുള്ള നിക്കാഹ് കർമ്മമാണ് നടക്കുന്നത്. അതെ, ആ കൊട്ടാരത്തിൽ അറബിയമ്മയുടെ മനസ്സിൽ 1000 പൂത്തിരികൾ കത്തി. മാഷാ അല്ലാ, എൻ്റെ പൊന്നു മോൻ. മോനെ തലാൽ. ആ, എന്തോ ഉമ്മ, മോനെ ഹാപ്പി അല്ലേ? സന്തോഷമായില്ലേ ഉമ്മ? അതെ, തീർച്ചയായും. അൽഹംദുലില്ലാ, മാഷാ അല്ലാ. എൻ്റെ പൊന്നു മോൻ്റെ കല്യാണമാണ്. അതെ, നിക്കാഹാണ് നാളെ. ഇൻഷാ അല്ലാ, നിക്കാഹ് കഴിഞ്ഞ ശേഷം നമ്മുടെ വീട്ടിൽ വെച്ച് വലിയൊരു ഫംഗ്ഷൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട്, കേട്ടോ, ഇൻഷാ അല്ലാ. തലാൽ, മോൻ്റെ കൂട്ടുകാരൊക്കെ എല്ലാവരും ഇന്ന് രാത്രിയത്തോടു കൂടി എത്തും. ഓക്കെ ഇൻഷാ അല്ലാ. അങ്ങനെ അതാ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി തുടങ്ങുകയാണ്. അത്യാവശ്യം വരുവാനുള്ള ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി നാളേക്കുള്ള ആളുകളെല്ലാം ഇവിടെ എത്തും. അറബിയമ്മ ആ ഒരു സന്തോഷ നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നു. അതെ, തൻ്റെ പൊന്നുമോൻ തലാൽ അവനൊരു പുതിയാപ്പിളയാകാൻ പോവുകയാണ്. അതുപോലെ അജ്മലും. ഇൻഷാ അല്ലാ, നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.